കടന്നു വരുന്ന ഭാഗത്ത് ഒരു ബ്രീച്ച് ഉണ്ടായി. സർവീസ് റോഡും മെയിൻ കാരിയേജ് വേക്കും ഡാമേജ് ഉണ്ടായി. അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്, ജനങ്ങളുടെ സുരക്ഷിതത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, അതുപോലെ ജില്ലാ പോലീസ് മേധാവി, RTO, ADM, PWD NH എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഈ പ്രദേശത്തെ MLA മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നിവരുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ഈ സംഭവത്തിനെ പറ്റി ഒരു പ്രിലിമിനറി അസസ്മെൻറ്റ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. ഇതൊരു പാഡി ലാൻഡ് വഴി പോകുന്ന ഒരു പുതിയ കൺസ്ട്രക്ഷനാണ്. ആ പാഡി ലാൻഡിൽ വളരെയധികം എർത്ത് ഡിപ്പോസിറ്റ് ചെയ്താണ് നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പാഡി ലാൻഡിൽ ബഡ്ജിങ് ഉണ്ടാവുകയും അത് റോഡിനെ ബാധിച്ചു എന്നാണ് ഇനിഷ്യലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പിനെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സ്പേർട്ട് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പേർട്ട് ഗ്രൂപ്പ്, 3 അംഗ എക്സ്പേർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ച് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എക്സ്പേർട്ട് ഗ്രൂപ്പിൻ്റെ